ഹായ്, നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രൊപ്പോർഷന്റെ ലാസ്റ്റ് ടോപ്പിക് എടുക്കാനായിട്ട് വെമ്പൽ കൊണ്ട് ക്ലാസ്സിൽ കയറാൻ തയ്യാറായി നിന്നപ്പോഴാണ് നിങ്ങളുടെ മറ്റേ എക്സാമിന്റെ ടൈം ടേബിൾ അങ്ങോട്ട് വന്നത്. ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ടൈം ടേബിൾ മൊത്തം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മാത്സിന്റെ ക്ലാസ് പോയി, മാത്സുകാരെ പിന്തള്ളി. അപ്പൊ അതുകൊണ്ടാണ് ആ ടോപ്പിക്ക് ലാസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റാഞ്ഞത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമുണ്ട്, കാരണം നിങ്ങൾ പ്രൊപ്പോർഷൻ ഫുള്ളായിട്ട് മറന്നു പോയിട്ടുണ്ടാവും. ഒരു കണക്കിനാണ് ഞാൻ ആ ചാപ്റ്റർ ഒരു വേറൊരു ട്രിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞ് ഒരുവിധം ഇതായിട്ട് വന്നപ്പോഴേക്കും ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ. അറിയോ ചാപ്റ്റർ ഓർമ്മയുണ്ടാ? വല്ലതും നോക്കിയായിരുന്നാ? ഇന്ന് ബയോളജി റിവിഷൻ ആയിരുന്നു, ബയോളജി ആയിരിക്കുമല്ലോ പഠിച്ചേക്കണേ. ഒരു തേങ്ങ അറിയാൻ പറ്റൂല മാത്സിന്റെ, അല്ലേ? ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്കിനി നേരെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ പോകണ്ട. ഓക്കെ, ശരി സാർ, ഒരാളെ വിളിക്കൂ. അഭിഷേക് കുട്ടാ, എന്താണെന്നും മിണ്ടാത്തത്? അഭിഷേക്, അടുത്ത ആൾ വിളിക്കും സാർ. കാർത്തിക്. ആ കാർത്തിക്, എടാ ഞാനിവിടെ ഒരു 2-3 ഇക്വേഷൻ എഴുതി. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഞാൻ പറഞ്ഞു, നേരെ ക്വസ്റ്റ്യൻ എടുക്കണേന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പേര് പ്രൊപ്പോർഷൻ എന്നാണ്. അതിൽ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ പഠിച്ചില്ലേ? രണ്ടാമത് പഠിച്ചത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ പഠിച്ചില്ലേ? അതുപോലെ നോട്ട് എ പ്രൊപ്പോർഷൻ അല്ലാത്തത് എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡയറക്റ്റ് പ്രൊപ്പോർഷനും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ, നോട്ട് എ പ്രൊപ്പോർഷനും, അങ്ങനെ പ്രൊപ്പോർഷൻ അല്ലാത്ത കേസ്, ഇങ്ങനെ 3 എക്സാമ്പിൾസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതിലേതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ? ഒന്നാമത്തേതാണോ, രണ്ടാമത്തേതാണോ, മൂന്നാമത്തേതാണോ, നാലാമത്തേതാണോ, അഞ്ചാമത്തേതാണോ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഇതിനകത്ത് ഏതൊക്കെയാ? ഒന്നാമത്തേത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്, ഉറപ്പാണ്? എല്ലാവരും ആലോചിച്ചോ. ഇതിനകത്ത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഏതെല്ലാം ഈക്വേഷൻ ആണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എക്സാമ്പിൾ ഏതെല്ലാം ഈക്വേഷൻ ആണ്? പ്രൊപ്പോർഷൻ അല്ലാത്തതിന് എക്സാമ്പിൾ ഏതെല്ലാം ഈക്വേഷൻ ആണ്? അടുത്ത ആളെ വിളിക്കും സാർ. ആലോചിച്ച് നോക്കേ. സഹല, ഏതൊക്കെയാണ് ഇവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ? അഡ്മിറ്റ് ആയില്ല സാർ, ഒരു പ്രാവശ്യം കൂടി വന്നില്ലേ? അതെന്താ വരാത്ത? അടുത്ത ആളാരാണ് സാർ? ആൻഡോ അഡ്മിറ്റ് ചെയ്യും മോനെ. പറയും മോനെ, ഇതിനകത്ത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഏതൊക്കെയാണ്? P=4A ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? എയും ബിയും നേരെയാണ്, അല്ലേ? പിന്നെ ഇൻഡു ആണ് അവിടെ ഇടയിൽ വന്നേക്കണേ. പിന്നെ അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ട്. എത്രയാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? 4. മിടുക്കൻ, നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഇല്ലേ? y=2x. എക്സും വൈയും നേരെയാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മിടുക്കൻ. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ട് അതിനകത്ത്. y=1/x ഇൻവേഴ്സ് ആണ്. എങ്ങനെ മനസ്സിലായി? എക്സ് താഴെയാണ്, y എവിടെയാണ്? മുകളിലാണ്, അല്ലെ? എക്സ് താഴെയാണ്, y എവിടെയാണ്? മുകളിലാണ്. അപ്പോ അതുകൊണ്ട് അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ പ്രൊപ്പോർഷൻ അല്ലാത്തതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്രൊപ്പോർഷൻ അല്ലാത്തതിന് അതെങ്ങനെ മനസ്സിലായി? ഇവിടെ പ്ലസ് ആണോ വന്നേക്കണേ. അപ്പൊ ഒരിക്കലും എക്സ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് y കൂടില്ല. എക്സ് കൂടുമ്പോ y കൂടും, പക്ഷെ എക്സ് ഡബിൾ ആക്കിയാൽ y ഡബിൾ ആവില്ല, അല്ലെ? പ്രൊപ്പോർഷണലി ചേഞ്ച് ചെയ്താലേ, അതായത് ഒരു സ്ഥലത്ത് ചേഞ്ച് ആവുന്നതിന് പ്രൊപ്പോർഷണലി അപ്പുറത്തെ സൈഡും ചേഞ്ച് ആവണം, എന്നാലേ പ്രൊപ്പോർഷൻ വരുള്ളൂ, അല്ലെ? അപ്പൊ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എക്സാമ്പിള് P=4Aയും y=2x. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എക്സാമ്പിള് y=1/x. പ്രൊപ്പോർഷൻ അല്ലാത്തതിന് എക്സാമ്പിള് ഏതൊക്കെയാ? y=x+2ഉം പിന്നെ y=180. ഇത് രണ്ടുമാണ് പ്രൊപ്പോർഷൻ അല്ലാത്തതിന് എക്സാമ്പിൾ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ മക്കളെ.
ഓക്കെ ആണ് ഇതിന്റെ ആയിട്ട് തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ, പ്രൊപ്പോർഷൻ അല്ലാത്ത അവസ്ഥ. എന്നിട്ട് നമ്മൾ ആപ്പിളൊക്കെ വെച്ച് പറഞ്ഞു അല്ലെ, ആപ്പിൾ വെച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് വീണ്ടും പറയണില്ല. ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മള്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ചെയ്യാം. നമ്മുടെ പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പേജ് നമ്പർ 226, പേജ് 226, ക്വസ്റ്റ്യൻ 1-ലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 1-ലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാളെ വിളിക്കൂ സാർ. ദേവിക മോൾ അൺമ്യൂട്ട് ചെയ്യൂ. യെസ്, പറയൂ മോനെ. ഇവിടെ നമ്മള് പ്രൊപ്പോർഷൻ ആണോ അല്ലയോ നോക്കണം. പ്രൊപ്പോർഷൻ ആണോ അല്ലയോ നോക്കുമ്പോ, പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ അവിടെ 2 ക്വാണ്ടിറ്റി വേണ്ടേ? 2 ക്വാണ്ടിറ്റി തമ്മിൽ ചെക്ക് ചെയ്യണം. ഒരു ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മറ്റേ ക്വാണ്ടിറ്റിയും കൂടുകയാണെങ്കിൽ പ്രൊപ്പോർഷൻ, കൂടിയില്ലെങ്കിൽ പ്രൊപ്പോർഷൻ അല്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ 2 ക്വാണ്ടിറ്റി നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാൻ ചോദ്യം വായിക്കാം. വായിക്കും മോളെ ചോദ്യം. ഓക്കെ, ഒരു വയർ ഉണ്ട് അല്ലെ, ആ വയർ ബെൻഡ് ചെയ്തിട്ട് എന്താക്കി? സ്ക്വയർ ആക്കി. സ്ക്വയർ ആക്കിയപ്പോ ആ സ്ക്വയറിന്റെ ഒരു സൈഡും ഈ വയറിന്റെ ലെങ്ത്തും അല്ലെ, ലെങ്ത് ഓഫ് ദ വയേഴ്സ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. അപ്പോ സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത് ശരിയല്ലേ? സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത് എന്താണ്? സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത് അല്ലെ? സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത്. ഓക്കെ അല്ലെ? സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത് എന്തിനോടാണ് പ്രൊപ്പോർഷൻ ആവേണ്ടത്? സ്ക്വയറിന്റെ സൈഡിനോട്. സ്ക്വയർ ആക്കിയ വയറിന്റെ ലെങ്ത് സ്ക്വയറിന്റെ സൈഡിനോട് പ്രൊപ്പോർഷൻ ആവണം അല്ലെ? അപ്പൊ 2 ക്വാണ്ടിറ്റി കിട്ടിയില്ലേ? ഏതൊക്കെയാണ് 2 ക്വാണ്ടിറ്റി നോട്ട് ചെയ്ത് വെച്ചോ? വയറിന്റെ ലെങ്ത്തും എന്തെന്ന് വയറിന്റെ ലെങ്ത്തും സ്ക്വയറിന്റെ സൈഡും അല്ലെ? വയറിന്റെ ലെങ്ത്തും സ്ക്വയറിന്റെ സൈഡും. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിയ മക്കളെ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിയേ. ഓക്കെ, അപ്പൊ വയറിന്റെ ലെങ്ത് നിങ്ങൾ ഒന്ന് പറ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ എടുക്കാം. വയറിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് നിങ്ങൾ എ എന്ന് എടുത്തു എന്ന് വിചാരിച്ചു. എന്താണ്? എ. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? എ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് വയറിന്റെ ലെങ്ത് എഴുതാൻ പറ്റുമോ? ഈ സ്ക്വയർ ഉണ്ടാക്കിയേക്കണത് ഈ ആകെ നീളമല്ലേ ഈ 4 ആക്കി വെച്ചേക്കണേ, ശരിയല്ലേ? അപ്പൊ ഇത് ആകെ നീളം എത്രയായിരിക്കും? എ എ എ എ. അങ്ങനെയുള്ള ഈ സ്ക്വയർ ഉണ്ടായത്, ശരിയല്ലേ? അല്ലേ? ഇത് ഈ വയറിനെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്ത് ഒരെണ്ണം ഇവിടെ വെച്ച്, ഒരെണ്ണം ഇവിടെ വെച്ച്, ഒരെണ്ണം ഇവിടെ വെച്ച്, ഒരെണ്ണം ഇവിടെ വെച്ച്, അപ്പോഴെല്ലാം എന്തായത്? സ്ക്വയർ ആയത്. ശരിയാണെങ്കിൽ ഒന്ന് രാറ്റുന്ന മക്കളെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ലെങ്ത്, വയർ ലെങ്ത് എത്രയാണ് മക്കളെ? വയർ ലെങ്ത് എത്രയാണ്? 4a. എത്രയാണ്? 4a. ശരിയല്ലേ? ഇതിവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എഴുതാ ലെങ്ത് ഈക്വൽ ടു 4a. ലെങ്ത് ഈക്വൽ ടു 4a. ഓക്കെ ആണോ? വയറിന്റെ ലെങ്ത് ഈക്വൽ ടു 4a. ഈ ഫിഗർ വരച്ചു വെക്കാം. ഇത് പ്രൊപ്പോർഷൻ അല്ലേ? അല്ലേ? അതെ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ. ഒരാളെ വിളിച്ചു സാറേ. അൻഷി, ഇത് പ്രൊപ്പോർഷൻ ആണോ? ഇത് പ്രൊപ്പോർഷൻ ആണ്. ഡയറക്റ്റ് ആണോ ഇൻവേഴ്സ് ആണോ? ഡയറക്റ്റ്. എത്രയാണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? 4. വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാട്ടാ. ഈ 4ന് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താവും? ഇൻറ്റു 4 അപ്പുറം പോകുമ്പോ by4 ആവൂലേ? L/4 ഈക്വൽ ടു a എന്നായി. അപ്പൊ a ഈക്വൽ ടു എന്തായി? L/4. L/4 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1/4 ഇൻറ്റു L എന്ന് എഴുതാലും മതി, കുഴപ്പമില്ല. ഇങ്ങനെയും എഴുതാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഇതിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് എഴുതണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 4 എന്ന് എഴുതണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/4 എന്ന് എഴുതണം. ഇവിടെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു 1/4. ഇവിടെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു 4. രണ്ടും ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ?
നമ്മൾ ഇവിടെ ലെങ്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് എഴുതിയേക്കണേ, ഇവിടെ എ ഈക്വൽ ടു എന്നും പറഞ്ഞാണ് എഴുതിയേക്കണേ. അപ്പോൾ ഈക്വൽ ടു എന്ന് എഴുതിയേക്കുന്ന സാധനത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഇതാണെങ്കിൽ മറ്റടുത്ത് മറ്റേതാണ്. അപ്പോൾ അതനുസരിച്ച് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈ രീതിക്ക് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും എഴുതണ്ട, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് എഴുതുക അല്ലെങ്കിൽ ഇത് എഴുതുക, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് എഴുതണമെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു 4. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് തന്നെ എഴുതിക്കോ, കെ എന്ന് എഴുതണ്ട, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് തന്നെ എഴുതിക്കോ. ഇതാണ് എഴുതണമെങ്കിൽ 1/4 കേട്ടോ. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ചോദ്യങ്ങൾ കഴിയൂല. ഇത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതെടുത്തതാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം എഴുതിക്കോ, വേണ്ട ഇപ്പോൾ എഴുതണ്ട. ഇതെടുത്തിട്ടില്ല. ഓക്കെ, ഇത് പറഞ്ഞിട്ടില്ല. ഒരാൾ വിളിച്ചു സാറേ, സഹലാൻ മ്യൂട്ടി മോനെ, ചോദ്യം വായിക്കാവോ? I have seen that in the picture, the height of the point on the slanted line from the horizontal line. Okay, അതെന്താന്ന് മനസ്സിലായ? height of a point on a slanted line from the horizontal line മനസ്സിലായ? മനസ്സിലായി. എന്തുട്ടാണ് അർത്ഥം? അതായത് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ഒരു പോയിന്റ് തൊട്ട് ഒരു പോയിന്റ് വരെയുള്ള ആ ലൈന്, അതായത് സ്ലാൻഡഡ് ലൈനോ ഹൊറിസോണ്ടൽ ആയിട്ട്. ഇതിൽ സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാല് ഇതാണ് അല്ലെ, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അപ്പൊ ഹൈറ്റ് ഓഫ് എ ലൈൻ ഫ്രം ദ ഹൈറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ സ്ലാൻഡഡ് ലൈൻ. ഓക്കെ, സ്ലാൻഡഡ് ലൈനുള്ള ഒരു പോയിന്റിൽ നിന്ന് എന്താണ്, ഫ്രം ദ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് അല്ലേ. ബാക്കി വയ്ക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ കോർണർ അല്ലെ, ഇതല്ലേ കോർണർ. ഈ നമ്മുടെ ഹൈറ്റ് സ്ലാൻഡഡ് ലൈനിലുള്ള ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ കോർണറിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ, ആ ഡിസ്റ്റൻസും ഹൈറ്റും പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട രണ്ട് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? രണ്ട് ക്വാണ്ടിറ്റി ഏതൊക്കെയെന്ന് നമ്മളോട് ചോദിച്ചാൽ, ഒരു ക്വാണ്ടിറ്റി ഹൈറ്റും മറ്റേ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസും. ശരിയല്ലേ? ഏത് ഡിസ്റ്റൻസ്? കോർണറിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് രണ്ടും നമുക്ക് അറിഞ്ഞൂടല്ല, ഇല്ല. പക്ഷെ അവിടെ നമുക്ക് ബാക്കി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെൻ ദ ആംഗിൾ ഈസ് 30 ഡിഗ്രി. 30 ഡിഗ്രി ആവുമ്പോൾ, അതുപോലെ ആ 30ക്ക് പകരം അവിടെ 45 ഡിഗ്രി ആവുമ്പോൾ, അതുപോലെ അവിടെ 45ന് പകരം 60 ആവുമ്പോൾ, മൂന്നും കണ്ടുപിടിക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു കൂട്ടം പഠിപ്പിക്കുക, എന്നാലേ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ശരിക്കും അടുത്ത വർഷം പഠിക്കുന്ന സാധനമാണ്, ഇപ്പോഴേ പഠിച്ചു വെച്ചോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം, വേഗം വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക, എല്ലാവരും വരയ്ക്കുക. ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും, ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ആംഗിൾസ് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ സൈഡുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അത് ആ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഏതെങ്കിലും ചാപ്റ്ററിൽ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവീശിയേ. ഏതെങ്കിലും ചാപ്റ്ററിൽ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒരാളെ വിളിച്ചു സാറേ. ആരാണ്? അഭിനീത്. ഏത് ചാപ്റ്ററിലാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. 1:√3:3 അല്ലടാ, 2 ആണ് കേട്ടോ. 1:√3:2 കേട്ടോ. അപ്പൊ എഴുതി വെക്കാം. ആംഗിൾ 30, 60, 90 ആണെങ്കിൽ സൈഡിന്റെ റേഷ്യോ എഴുതുക. 30ക്ക് ഓപ്പോസിറ്റ് 1 അടയാളപ്പെടുത്തുക, 60ക്ക് ഓപ്പോസിറ്റ് √3 അടയാളപ്പെടുത്തുക, 90ക്ക് ഓപ്പോസിറ്റ് 2 അടയാളപ്പെടുത്തുക. ഓക്കെ, എഴുതിയെടുക്കാൻ വേഗം പഠിക്കുക കേട്ടോ. ഇത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. അടുത്ത വർഷം ആവശ്യമുള്ളതാണ് കേട്ടോ. അടുത്ത വർഷം ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇത് പേജ് നമ്പർ ഇല്ല. പേജ് നമ്പർ മറ്റേത് ഞാൻ പറയാം, ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എഴുതാം 45, 90.
45 45 90 ആണെങ്കിൽ റേഷ്യോ ആംഗിൾസ് എഴുതാം. ഒരാൾ വിളിച്ചു സാർ. നന്ദു കൃഷ്ണ. നന്ദുവിനെ അറിയാമോ? 45 45 90 ആണെങ്കിൽ റേഷ്യോ അല്ല 1 1 √2 1 1 √2. 45ന്റെ ഓപ്പോസിറ്റ് 1, ഈ 45ന്റെ ഓപ്പോസിറ്റ് 1, ഈ 90ക്ക് ഓപ്പോസിറ്റ് √2. ഓക്കെ, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ റേഷ്യോ കാണാതെ പഠിക്കുക. ഓക്കെ, വേഗം എല്ലാവരും ഓൾ സ്റ്റാൻഡപ്പ്. രണ്ട് റേഷ്യോയും ഒന്ന് പഠിച്ചതിന് ശേഷം ഇരിക്കുക. 30 60 90 ആണെങ്കിൽ റേഷ്യോ എന്താണ്? 45 45 90 ആണെങ്കിൽ റേഷ്യോ എന്താണ്? 30 60 90 ആണെങ്കിൽ റേഷ്യോ എന്താണ്? 45 45 90 ആണെങ്കിൽ റേഷ്യോ എന്താണ്? പഠിച്ചു കഴിഞ്ഞവരിരിക്കുക. ഓക്കെ, ഇരിക്കുന്നവരോട് ചോദിച്ചോളൂ സാർ. സഫ അൺമ്യൂട്ട് ചെയ്യും മോനെ. പറയും മോനെ. 30 60 90 ആണെങ്കിൽ റേഷ്യോ അതിൽ 60ക്ക് ഓപ്പോസിറ്റ് എത്ര? √3. അത് കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ആൾ വിളിക്കും സാർ. അടുത്ത ആരാണ്? ആദിത്യ അൺമ്യൂട്ട് ചെയ്യടാ. 45 45 90 ആണെങ്കിൽ റേഷ്യോ എന്താ? 1:1 അതില് 90ക്ക് ഓപ്പോസിറ്റ് എത്ര? √2. 45ന്റെ ഓപ്പോസിറ്റ് എത്ര? 1. ഓക്കെ, വെരി ഗുഡ്, മിടുക്കനാണ് ട്ടാ. അടുത്ത ആള് സാർ. വൈഷ്ണവി അൺമ്യൂട്ട് ചെയ്യും മോനെ. പറഞ്ഞോ. 30 60 90 ആണെങ്കിൽ റേഷ്യോ 1:√3:2. ഓക്കെ, അതില് √3 ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ്? അപ്പൊ 2ന്റെ ഓപ്പോസിറ്റ് എത്ര ആംഗിൾ ആണ്? 90. ഓക്കെ, വെരി ഗുഡ്, ശരി. അപ്പോ വേഗം പഠിക്കട്ടെ എല്ലാവരും. വേഗം പഠിക്കുക. പെട്ടെന്നാവട്ടെ. പഠിക്കാത്തവർ വേഗം കംപ്ലീറ്റ് ചെയ്യുക. വേഗാവട്ടെ. പഠിച്ചിട്ടിരിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്സ് വെൻ ദ ആംഗിൾ ഈസ് 30 ഡിഗ്രി. 30 ഡിഗ്രി ആവുമ്പോൾ എത്ര? അതുപോലെ 45 ഡിഗ്രി ആവുമ്പോൾ എത്ര? അതുപോലെ 60 ആവുമ്പോൾ എത്ര? അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടൂല. ആദ്യം 30യുടെ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇവിടെ 30 ഡിഗ്രി എഴുതാം. 30 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 60 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് വരയ്ക്കാം. ഇവിടെ 30 ഡിഗ്രി അടയാളപ്പെടുത്തുക, ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക, ഇവിടെ 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. ഇതാണ് ഹൈറ്റ്, ഇതാണ് ഡിസ്റ്റൻസ്. മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ എഴുതാ ആംഗിൾസ് എഴുതാ. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ 1:√3:2. 1:√3:2. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോ H:D എന്ന് എഴുതിയാൽ മതി. H:D. ഹൈറ്റ് ഈസ് ടു ഡിസ്റ്റൻസ്. H എത്രയാണ് മക്കളെ? 1 അല്ലേ നോക്കിയേ. ഹൈറ്റ് 1 അല്ലേ നോക്കിയേ. 1 ആണെങ്കിൽ ടാറ്റ തന്നേ. 1 ആണെങ്കിൽ ഓക്കെ. ഡിസ്റ്റൻസ് എത്രയാണ്? കൈ കൊണ്ട് കാണിച്ചേ. ഡിസ്റ്റൻസ് 2 അല്ലേ? ഡിസ്റ്റൻസ് 2. അപ്പോ ഹൈറ്റ് ഈസ് ടു ഡിസ്റ്റൻസ് 1:2 ആണെങ്കിൽ H/D എന്ന് പറയുന്നത് 1/2 നമുക്ക് എഴുതാം. H/D equal to 1/2. H/D equal to 1/2. H/D equal to, അതായത് വേറെ ഒന്നുമില്ല, H:D. എടാ ഒന്ന് അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. A/BA A/B എന്നും എഴുതാം. നോട്ട് ചെയ്ത് വെച്ചോട്ടാ.
A/B A/B എന്നും എഴുതാം. അറിയാത്തൊരു നോട്ട് ചെയ്ത് വെച്ചോ. A/B A/B എന്ന് എഴുതാം. അതുപോലെ H/D H/D എന്ന് എഴുതാം. 1:2 1/2 എന്ന് എഴുതാം കേട്ടാ. അപ്പൊ ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഈ D ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ 2 × H = 1 × D. അതായത് D = 2H എന്ന് കിട്ടി. D = 2H. പ്രൊപ്പോർഷൻ ആണോ അല്ലേ? പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. പ്രൊപ്പോർഷൻ ആണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 1 കാണിക്കുക. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 2 കാണിക്കുക. 1 അല്ലെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണെന്ന് കൈകൊണ്ട് കാണിക്കുക. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണെന്ന് കൈകൊണ്ട് കാണിക്കുക. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, അപ്പോ ഇത് 2 രീതിയിൽ എഴുതാം. വേണമെങ്കിൽ D = 2H എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ H = D/2 എന്നാവും കേട്ടോ. അപ്പോഴും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ തന്നെ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് വരും കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയാലും ഞാൻ ഈ പറഞ്ഞ 2 രീതിയിൽ എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷേ ഇതല്ലാതെ വേറെ വല്ലത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ എഴുതി വെച്ചോ, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് = എത്രയാണ്? = 2 ആണ് കേട്ടോ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് = 2. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് = 2. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് = 2. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് സ്വന്തമായിട്ട് ചെയ്തേ. അടുത്ത 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി കണ്ടുപിടിക്കട്ടോ. 45 ഡിഗ്രി. അയ്യോ സ്ഥലമില്ലേ? ഓക്കെ, 45 ഡിഗ്രി ഇതേപോലെ കണ്ടുപിടിച്ചേ. ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഹൈറ്റ്, ഇതാണ് ഡിസ്റ്റൻസ്. ഇവ തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് റേഷ്യോ എഴുതാം. 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. ഓക്കെ, ഒറ്റയടിക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് / ഡിസ്റ്റൻസ് = എഴുതിക്കും. ഒറ്റയടിക്ക് എഴുതിക്കും, കുഴപ്പമില്ല. D = ഓക്കെ, മലയാളത്തിൽ പറയോ? സോറിയടാ. ഓക്കെ എടാ, ഇതില് ഹൈറ്റ് എന്നുള്ളത് ഉയരം ബൈ അകലം കേട്ടാ. H/D തന്നെ എഴുതിയാൽ മതി നിങ്ങൾ. ഉയരം ബൈ അകലം കേട്ടാ. ഉയരം ബൈ അകലം. എന്നിട്ട് നമ്മൾ ഇത് എഴുതിയപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നേർ അനുപാതം കേട്ടാ. നേർ അനുപാതം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുപാതിക സ്ഥിരാങ്കം. അത് 2 ആണ് കേട്ടാ. ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പൊ അടുത്ത ചോദ്യം ചെയ്യാം. H/D എത്ര കിട്ടിയെന്ന് പറയാം. വിളിക്കൂ സാർ ഒരാളെ. ആരാണ്? വൈഷ്ണവി. H ഉയരത്തിന്റെ അവിടെ എത്ര കിട്ടി? ഹൈറ്റിന്റെ അവിടെ 1 ബൈ ഡിസ്റ്റൻസിന്റെ അവിടെ എന്ത് കിട്ടി? √2. അകലം √2. അപ്പൊ H/D = 1/√2 ആണെങ്കിൽ ഇതിനിങ്ങോട്ടും ക്രോസ് ചെയ്തൂടെ? അപ്പൊ √2 × H = D × 1 കിട്ടിയില്ലേ? അപ്പൊ D = √2H എന്ന് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അഥവാ നേരനുപാതം. ഓക്കെ, ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അഥവാ ആനുപാതിക സ്ഥിരാങ്കം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആനുപാതിക സ്ഥിരാങ്കം എത്രയാണ്? √2. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ദേടാ അടുത്തത് 45 കഴിഞ്ഞു. അടുത്തത് ഓക്കെ 60 ഡിഗ്രി ഇവിടെ വന്നാൽ, 90 ഡിഗ്രി ഇവിടെ വന്നാൽ, 30 ഡിഗ്രി ഇവിടെ വന്നാൽ എന്താണ് ഹൈറ്റും ഡിസ്റ്റൻസും ഉയരവും അകലവും തമ്മിലുള്ള റേഷ്യോ?
കണ്ടുപിടിക്കുക. H/D ഹോംവർക്കായിട്ട് കണ്ടുപിടിക്കുക. സിമ്പിളാണ്. ആ റേഷ്യോ 30-60-90 റേഷ്യോ വെറുതെ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, വേഗം കണ്ടുപിടിക്കുക കേട്ടോ, വേഗം കണ്ടുപിടിക്കുക. 30യുടെ ഓപ്പോസിറ്റ് 1 വരും, 60യുടെ ഓപ്പോസിറ്റ് √3 വരും, 90യുടെ ഓപ്പോസിറ്റ് 2 വരും. അപ്പോൾ √3/2 എന്ന് വരും. അത് ക്രോസ് ചെയ്തിട്ട് ഇതേപോലെ പറയാം കേട്ടോ. ഓക്കെ, ഹോംവർക്കാണ്. ഇപ്പം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈക്വലായിട്ട് ട്രയാങ്കിൾ ഇതൊക്കെ ചെയ്താണ്. ചെയ്താണ്. ഓക്കെ, ഇനി സെക്കൻഡ് എക്സസൈസിൽ ഇത് ഞാൻ സ്കിപ്പ് അടിക്കും. ഇത് ഞാനിപ്പോൾ കുറച്ച് ഈ ഒരു ചോദ്യം മാത്രം ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ചോദ്യം കൂടി ആണ് മെയിനായിട്ടുള്ളത്. തേർഡ് എക്സസൈസിൽ ഞാൻ വല്ലതും പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. തേർഡ് എക്സസൈസിൽ കറക്റ്റ് ഏതൊക്കെ ചോദ്യം എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ചോദ്യം എടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരൊന്ന് റേസ് ഹാൻഡ് ചെയ്ത്. ഏതെല്ലാം ചോദ്യം? ഒരാളെ വിളിച്ച് സാർ, ആരാണത്? പ്രണവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ. ഇനി തേർഡ് എക്സസൈസിൽ വല്ലതും പെൻഡിങ് ഉണ്ടാടാ? സെക്കൻഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം കൂടി ഞാൻ മറ്റേതും കൂടി പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. സെക്കൻഡ് എക്സസൈസിൽ ഇത് കഴിഞ്ഞിട്ടുള്ള എടുത്തതാ. ഈ ചോദ്യം കഴിഞ്ഞിട്ടുള്ള ചോദ്യം കണ്ട വരച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തതാ അല്ലേ? ഏരിയയും സൈഡിന്റെ സ്ക്വയറും നമ്മൾ എടുത്തതാ. ഇതുണ്ടോ, എടുത്തല്ലേ ഇത്? ഓക്കെ, അപ്പൊ ആകെ ഇനി അത് 6 ചോദ്യം മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡയാമീറ്റർ 10 എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. കണ്ടവരൊന്ന് കൈവീശ. ഡയമീറ്റർ 10 ക്വസ്റ്റിൽ തന്നേക്കണം കണ്ടവര്. ഓക്കെ, അതിന് പാരലൽ ആയിട്ടുള്ള വര പച്ച കളറിൽ മുകളിൽ വരച്ചിട്ടുണ്ട്. തേന ഓക്കെ ആണെങ്കിൽ കൈവീശ. സമാന്തരമായിട്ട് അതും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് 5 ആയിരിക്കും എന്നുള്ള ബോധമുള്ളവരൊന്ന് കൈവീശ. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. ഓക്കെ, എന്ന് ചിന്തിച്ചില്ലെങ്കിൽ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ അത് ഓക്കെ അല്ലേ? ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് കേട്ടാ. ഓക്കെ, ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Does the length of the parallel line change proportionally with respect to the distance from the top of the semicircle? അപ്പൊ 2 ക്വാണ്ടിറ്റി ഏതൊക്കെയാണെന്നുള്ളത് ആദ്യമേ എഴുതി വെച്ചോ. 2 ക്വാണ്ടിറ്റി. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ലെങ്ത് ഓഫ് പാരലൽ ലൈൻ. ചോദ്യത്തിൽ നിന്ന് ഇതേപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലെങ്ത് ഓഫ് പാരലൽ ലൈൻ. രണ്ടാമത്തത് എന്താണ്? ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ്. ഓക്കെ, ഇതിൻ്റെ മലയാളം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് സമാന്തര വരയുടെ നീളവും. 2 ക്വാണ്ടിറ്റിയിൽ ഒരു ക്വാണ്ടിറ്റി സമാന്തര വരയുടെ നീളം. രണ്ടാമത്തത് ഏറ്റവും മുകളിൽ നിന്നുള്ള അകലം. അർദ്ധവൃത്തത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള അകലം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. പാരലൽ ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പാരലൽ ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിഞ്ഞൂടാ. മുകളിൽ നിന്നുള്ള അകലം അറിയാം. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ മുകളിൽ നിന്നുള്ള അകലം 1 അല്ലേ എന്ന് നോക്കിയാൽ 1 ആണ്. കണ്ടവരൊന്ന് കൈവീശേ. ഈ അകലം 1. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിൽ അത് 2 ആക്കിയത് കണ്ട, ഡബിൾ ആക്കിയത് കണ്ട. ഇനി എന്റെ ചോദ്യം ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസും പാരലൽ ലൈനും പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കണം. അപ്പോ ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1 എന്നുള്ളത് 2 ആക്കി, 1 എന്നുള്ളത് ഡബിൾ ആക്കി. എങ്കിൽ പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ 6 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് എത്ര കിട്ടണം? ആലോചിച്ചിട്ട് പറയും. പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ എത്ര കിട്ടണം? പറ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സാർ? ആരെങ്കിലും റേസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്. പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ എന്ത് വേണം എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചിന്തിക്കണുണ്ടാന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ പ്രൊപ്പോർഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്
ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസും ടോപ്പിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസും ഈ പാരലൽ ലൈനും, അതായത് ഈ ഡിസ്റ്റൻസ് ഡബിൾ ആക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അത് ചുമ്മാ ചേഞ്ച് ആയാൽ പോരാ. ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1-ൽ നിന്ന് രണ്ടാമത്തെ ഫിഗർ ആയപ്പോൾ 2 എങ്കിൽ ഇത് വെറുതെ ഞാൻ ചോദിക്കുകയാണ്, 6 ആണെങ്കിൽ ഇത് എത്രയാവണം? പ്രൊപ്പോർഷൻ ആവണമെങ്കിൽ ഒരാളെ വിളിക്കൂ സാർ. സൂര്യശ്രീയുടെ അഭിപ്രായം എന്താ? പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇത് എത്ര കിട്ടണം? 8. അപ്പൊ പ്രൊപ്പോർഷൻ ആവും. 1 അയ്യോ എല്ലാം പോയല്ലേ. ഓക്കെ 1 ആയില്ലേ? ആയി. അപ്പൊ 6 8 ആവുമ്പോഴാണോ പ്രൊപ്പോർഷൻ ആവണത്? ആലോചിച്ച് നോക്ക്. 1 2 ആയില്ലേ? അപ്പൊ 6 എത്രയായാലാണ് പ്രൊപ്പോർഷൻ ആവാ? അതിന്റെ ഡബിള്. 6ന്റെ ഡബിൾ 8 ആണോ? 6ന്റെ ഡബിൾ എത്രയാണ്? 12. അപ്പൊ 12 ആയാലല്ലേ പ്രൊപ്പോർഷൻ ആവുള്ളൂ. നിങ്ങൾ ചിന്തിക്കണില്ലേ? പ്രൊപ്പോർഷൻ എന്താ? ഇപ്പുറം ഡബിൾ ആയ അപ്പുറം ഡബിൾ ആവണം, ഇപ്പുറം പകുതിയായ അപ്പുറം പകുതി ആവണം. അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താ? ഇപ്പുറം ഡബിൾ ആയ അപ്പുറം പകുതി ആവണം, ഇപ്പുറം 3 ടൈംസ് ആയ അപ്പുറം 1/3 ടൈംസ് ആവണം, ഇപ്പുറം 4 ടൈംസ് വലുതായാൽ അപ്പുറത്ത് 1/4 ഭാഗം 1/4 ടൈംസ് ചെറുതാവണം. അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇതിങ്ങനെ ആയാലേ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആവുള്ളൂ അല്ലേ? അല്ലാതെ 6 8 ആയ പ്രൊപ്പോർഷൻ ആവോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? 1 2 ആക്കിയാൽ ഇവിടത്തെ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് എത്രയാണ് നോക്കുക, ഇത് എത്രയാണ് നോക്കുക. ഇവിടെ എത്രയാണോ അതിന്റെ ഡബിൾ ഇവിടെ വന്നാലേ പ്രൊപ്പോർഷൻ ആവുള്ളൂ. ഡബിൾ വന്നില്ലെങ്കിൽ പ്രൊപ്പോർഷൻ അല്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ പാരലൽ ടു ദ ഡയമീറ്റർ. ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, 2 ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം അത് കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാവരും വേഗം അത് കണ്ടുപിടിക്കാനായിട്ട് റെഡി ആയിക്കോ. അതിന് ഞാൻ സെന്ററിൽ നിന്ന്, ഈ കളർ കണ്ട, സെന്ററിൽ നിന്ന് ഞാൻ ഇവിടത്തേക്ക് ഈ ലൈൻ ഇങ്ങനെ കൂട്ടി വരയ്ക്കുകയാണ്. അതുപോലെ റേഡിയസും ഞാൻ വരച്ചിടുകയാണ്. ഇങ്ങനെ വരച്ചിട്ടിട്ടുള്ള ഫിഗർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, റേഡിയസ് 5 ആയതുകൊണ്ട് ഇവിടെ റേഡിയസ് ഞാൻ 5 എഴുതി. ഓക്കെ, 5 വേണമെങ്കിൽ പേര് കൊടുത്തു ഇവിടെ OAB. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ആണ്. റേഡിയസ് 5 ആണ് കേട്ടോ. റേഡിയസ് 5 ആണെങ്കിൽ OA = 5. OA എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. ഇതൊക്കെ നിങ്ങൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അടുത്തത് ഓൾട്ടിറ്റ്യൂഡ്. OB = പറയാൻ പറ്റുമോ? OB എത്രയാണെന്ന് പറയാൻ പറ്റുമോ? OB എത്രയാ? ഒരാളെ വിളിച്ച സാറേ. നെഹിയാനെ OB എത്രയാടാ? അൺമ്യൂട്ട് വന്നില്ല സാർ. അല്ല, അതെങ്ങനെ 5 തന്നെയാവണ? റേഡിയസ് ആണെങ്കിലല്ലേ 5 ആവുള്ളൂ. ഇതാ O തുടങ്ങി ഇവിടെ വരെയല്ലേ റേഡിയസ്, ഇപ്പോഴല്ലേ 5 ആവുള്ളൂ. 4. അതിനേക്കാൾ 1 കുറവല്ലേ? അപ്പൊ എത്രയാ വരിക? 4 ട്ടാ. ഓക്കെ, OB എങ്ങനെയാ 4 വന്നതെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടന്ന് ഇവിടം വരെയാണ് റേഡിയസ്, അത് 5 ആണ്. അതിൽ ഇവിടന്ന് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വര വന്നേക്കണേ. അപ്പൊ 5-ന്ന് 1 കുറഞ്ഞ ബാലൻസ് 4 ട്ടാ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി അത് അടയാളപ്പെടുത്താം. അപ്പൊ OB 4. ഓക്കെ, OB 4 എവിടെ? ആദ്യത്തെ ഫിഗർ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി വരയ്ക്കുക. ഇതാണ് ഫിഗർ. ഇത് 10 ആയതുകൊണ്ട് റേഡിയസ് 5 ആണ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇവിടെ റേഡിയസ് 5 അടയാളപ്പെടുത്തുക.
ഇനി ഇതൊന്നായോണ്ട് ബാലൻസ് റേഡിയസ് മൊത്തം 5. അപ്പോൾ അതിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 OAB. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് OA = 5. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് OB = 4. ഓക്കെ, therefore AB = എന്താ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് √5² മൈനസ് 4². വിളിക്കൂ സാർ ഒരാളെ. ആരാണ്? യെസ് നമ്പർ നിയാസ്. നിയാസ് അൺമ്യൂട്ട് ചെയ്യുമോനെ. ഓക്കെ, 5ന്റെ സ്ക്വയർ 25 അല്ലടാ. 4ന്റെ സ്ക്വയറോ 16. അപ്പൊ 25 16 കുറച്ച് 9. 9ന്റെ റൂട്ട് നിനക്ക് അറിയോ? 3 9ന്റെ റൂട്ട് കേട്ടോ. 9ന്റെ റൂട്ട് എത്രയാണ്? 3. അപ്പൊ AB നമുക്ക് 3 കിട്ടി. AB നമുക്ക് 3 കിട്ടി. ഞാനിവിടെ C എന്ന് കൊടുത്താ BC 3 തന്നെയല്ലേ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ A തുടങ്ങി C വരെയുള്ള മൊത്തം നീളം എത്രയാണ്? therefore AC = എത്രയാണ്? 6 അല്ലേ? അല്ലെങ്കിൽ 2 × 3 എഴുതാം, അല്ലെങ്കിൽ 3 + 3 എഴുതിയാലും മതി. അത്രയാണ് 6. അപ്പോ AC-യുടെ നീളം എത്ര കിട്ടി? 6 കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെ വരെ 6 കിട്ടി. ഇനി ഇതുകൂടി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഫിഗർ വരയ്ക്കാം കേട്ടോ. ആ ഫിഗർ വരയ്ക്കാം. വരച്ചോ. റേഡിയസ് 10 തന്നെ. ഇത് കുറച്ചുകൂടി താത്തി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 ആയി. അപ്പോൾ ഇതേടാ റേഡിയസ് 5 ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ 5. അതിൽ ഇത് കുറച്ച് 2 കുറച്ചപ്പോൾ ബാലൻസ് 3. 3 ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. 3 ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അതേ റേഡിയസ് ഞാൻ 5 തന്നെ മാർക്ക് ചെയ്ത് ഇവിടെ ഈ ഇതിൻ്റെ ഇവിടെ P എഴുതുക, ഇവിടെ Q എഴുതുക, ഇവിടെ R എഴുതുക, ഇവിടെ O തന്നെ എഴുതിക്കും. ഓക്കെ, ട്രയാങ്കിൾ OPQ. ഹൈപ്പോട്ടന്യൂസ് OP = 5. ഹൈപ്പോട്ടന്യൂസ് OP = 5. ഓൾട്ടിറ്റ്യൂഡ് OQ = 3. therefore ബേസ് PQ = √5² മൈനസ് എത്രയാണ് മക്കളെ പറഞ്ഞേ? 5² മൈനസ് 3². കറക്റ്റ് അല്ലേ? 5ന്റെ സ്ക്വയർ എത്രയാണ്? ഒരാളെ വിളിക്കൂ സാർ. ആരാണ്? യെസ് നമ്പർ അൽഫിൻ. അൽഫിനെ അൺമ്യൂട്ട് ചെയ്യുമോനെ. 5ന്റെ സ്ക്വയർ എത്രയാടാ? 25 മൈനസ് 3യുടെ സ്ക്വയറോ 9. അപ്പൊ 25 നിന്ന് 9 മൈനസ് ചെയ്താല് 16. 16ന്റെ റൂട്ട് അറിയോ? എത്രയാണ്? 4. അപ്പൊ 4 കിട്ടി. PQ നമുക്ക് 4 കിട്ടി. PQ നമുക്ക് 4 കിട്ടിയാൽ QR എത്ര തന്നെയാണ്? 4. അപ്പൊ മൊത്തം ലെങ്ത് PR = 4 + 4 അല്ലേ? എത്ര കിട്ടി? 8. ഇനി പറ പ്രൊപ്പോർഷൻ ആണല്ലോ നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഇതെടാ ഇത് ഡിസ്റ്റൻസ് 1 ആയിരുന്നപ്പോ ഇത് 6 കിട്ടി. കിട്ടിയില്ലേ? ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയപ്പോ ഇവിടെ ഡബിൾ ആയ 2 ആക്കിയപ്പോ 12 ആയ പ്രൊപ്പോർഷൻ ആണ്. 12ന് പകരം എത്രയായത്? 8. അപ്പൊ പ്രൊപ്പോർഷൻ ആണോ? പ്രൊപ്പോർഷൻ അല്ല. പ്രൊപ്പോർഷൻ അല്ലാത്ത ആൾക്ക് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ല അല്ലെ? പ്രൊപ്പോർഷൻ അല്ലാത്ത ആൾക്ക് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പോ ഇതിന്റെ റിസൾട്ട് അവസാനത്തെ ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എന്താണ് എഴുതാ? Okay, does the length of the parallel line change proportionally with respect to the distance from the top? Okay, എഴുതിക്കോ. When distance from the top ഇത്ര എഴുതിയാലും മതി. ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ്. ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് മലയാളത്തിൽ എഴുതാ
മുകളിൽ നിന്നുള്ള അകലം 1 സെന്റിമീറ്റർ ആയപ്പോൾ ലെങ്ത് ഓഫ് പാരലൽ ലൈൻ ഈക്വൽ ടു ഇതിന്റെ മലയാളം സമാന്തര വരയുടെ നീളം എത്രയാടാ? ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് 1 ആയപ്പോ സമാന്തര വരയുടെ നീളം 6 അല്ലെ? ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് 1 ആയപ്പോ സമാന്തര വരയുടെ നീളം 6. ഓക്കെ, അപ്പൊ സമാന്തര വരയുടെ നീളം സമം 6. ഇനി അടുത്ത എഴുതാ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ്, മുകളിൽ നിന്നുള്ള അകലം 1 എന്നുള്ളത് നമ്മൾ 2 ആക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ലെങ്ത് ഓഫ് പാരലൽ ലൈൻ കണ്ടുപിടിച്ചു, സമാന്തര വരയുടെ നീളം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ ഡബിൾ ആക്കി, പക്ഷെ ഇവിടെ ഡബിൾ കിട്ടിയില്ല, ഇവിടെ 8 കിട്ടിയുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും? when the distance from the top is doubled, length of parallel line did not. Okay, double ആയില്ല, therefore not proportional. എഴുതി വെക്ക്, when distance from the top is doubled. Okay, മുകളിൽ നിന്നുള്ള അകലം ഇരട്ടിയാക്കിയപ്പോൾ when the distance from the top is doubled, മുകളിൽ നിന്നുള്ള അകലം ഇരട്ടിയാക്കിയപ്പോൾ length of parallel line did not doubled, അല്ലെങ്കിൽ does not double എന്തെങ്കിലും എഴുത്. ഓക്കെ, therefore not proportional. അതുകൊണ്ട് ആനുപാതികമല്ല. ഓക്കെ, ഞാൻ ആ ഒരൊറ്റ ചോദ്യം ഒഴികെ ബാക്കി ചോദ്യങ്ങൾ എടുത്തു. ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമ്മൾക്കിത് റിവിഷൻ വരുന്നത് എന്നാണെന്ന് നോക്കിയിട്ട് ആ ദിവസങ്ങളിൽ പ്രൊപ്പോർഷൻ റിവിഷൻ വരുന്ന ദിവസം കൃത്യമായിട്ട് അത് നമുക്ക് പഠിക്കാം കേട്ടോ. ഇപ്പോൾ ഇന്നെടുത്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ബുക്കിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് റിവിഷൻ ആയിട്ട് വരുന്നത് ബയോളജിയാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ആവശ്യത്തിന് സമയം വേണം, അത് പഠിപ്പിക്കാനായിട്ട് സമയം വേണമെന്നും മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൗട്ടുകൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് നമുക്കത് റിവിഷൻ വരുമ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, പോരെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ എങ്ങനെയാണ് സാറേ ബ്രേക്ക് ഉണ്ടാവുന്നാവോ അവർക്ക്? ശരി, അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജി റിവിഷനും അതിന്റെ എക്സാമും ആയിരിക്കും കേട്ടോ. ഓക്കെ, ശരി, ബൈ.